മുള്ള സഹോദരങ്ങളെ, മനസ്സിന്റെ ഉള്ളിൽ ആഗ്രഹം വെച്ചുകൊണ്ട് മദീന കാണാൻ കൊതിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവരാരാണ്? അവർക്ക് ആ പരിശുദ്ധമായ മദീനയിലെത്താൻ പറ്റും. ആ മദീനയിലങ്ങ് എത്തിക്കഴിഞ്ഞാൽ അറിയാതെ മനസ്സങ്ങ് വിതിമ്പി പോകും. അല്ലാഹുവേ, ഇവിടെ ആരാണ് കിടക്കുന്നത്? ലോകത്തിന്റെ മണിദീപമാണ്, അല്ലാഹുവിന്റെ പ്രവാചകരാണ്. എത്രയോ പ്രഭാഷണങ്ങളില്, എത്രയോ പുസ്തകങ്ങളില്, എത്രയോ സ്ഥലങ്ങളില് അല്ലാഹുവിന്റെ പ്രവാചകരെ പറ്റി നമ്മൾ കേട്ടുപോയിട്ടുണ്ട്. എന്നാൽ ഇന്നതാ നമ്മൾ എത്തി നിൽക്കുന്ന എത്രയോ ഫോട്ടോകളിൽ കണ്ടുപോയ ആ പച്ചക്കുപ്പയുടെ താഴത്താണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അറിയാതെ ആശിഖീങ്ങളുടെ ഖൽബങ്ങ് പിടഞ്ഞു പോകും, ആശിഖീങ്ങളുടെ നെഞ്ചങ്ങ് പൊട്ടിപ്പോകും. ആശിഖീങ്ങൾ അവിടെ അറിയാതെ പറയും, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ ഇഷ്ടം വെക്കുന്ന മനസ്സായിട്ട് മാറും. എന്തിനേറെ ഒരു സ്വഹാബി അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിലേക്ക് വരികയാണ്. വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ഈ മദീനക്കാരനാണ് നബിയേ. എല്ലാ ദിവസവും ഞാൻ ഇവിടെ വരാറുണ്ട്. വളരെ ദൂരത്തായിട്ട് മാറിയിരിക്കാറുണ്ട്. വളരെ ദൂരെ മാറിയിരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകരായ നബി തങ്ങളെ അവിടത്തെയുടെ സുന്ദരമായ ആ പൂമുഖത്തേക്ക് ഞാൻ നോക്കിയങ്ങ് ഇരിക്കാറുണ്ട് നബിയേ. യാ റസൂലല്ലാഹ്, എനിക്ക് വല്ലാത്ത സ്നേഹമാണ് നബിയേ, എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. സ്വഹാബാക്കൾ മുഴുവനും ഹബീബിനെ ഇഷ്ടം വെച്ചത് എങ്ങനെയാണ്? സ്നേഹം വെച്ചത് എങ്ങനെയാണ്? അല്ലാഹുവേ, മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ അവിടുന്ന് കടന്നു വരികയാണ്. വന്നുകൊണ്ട് പറഞ്ഞു, ഞാനാണ് അവസാന പ്രവാചകരെന്ന് പറഞ്ഞ് ആളുകളെ മുഴുവനും ഫിത്നയിലേക്കും ഫസാദിലേക്കും വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സുബ്ഹാനല്ലാഹ്, മുസൈലിമത്തുൽ കദ്ദാബ് അവിടെ ആളുകളെ മുഴുവനും വിളിച്ചു. ആളുകളെ മുഴുവനും വിളിച്ചു. വിളിച്ചിട്ട് പറയുകയാണ്, ഞാനാണ് അവസാനത്തെ പ്രവാചകൻ, ഞാനാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽപ്പെട്ട ഉമ്മു അമ്മാറയുടെ പ്രിയപ്പെട്ട പുന്നാര മകനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അല്ലയോ മോനെ, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നോട് പറയുകയാണ്, ഞാനാണ് അവസാന പ്രവാചകരെന്ന് പറഞ്ഞ നിനക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ഞാനാണ് അവസാനത്തെ പ്രവാചകനെന്ന് പറഞ്ഞാൽ നിനക്കത് വിശ്വസിക്കാൻ പറ്റുമോ? മുസൈലിമത്തുൽ കദ്ദാബ് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാനാണ് പ്രവാചകരെന്ന് പറഞ്ഞ എന്താ നിന്റെ അഭിപ്രായം? അവിടെന്ന് പറഞ്ഞടാ, നീ കള്ളപ്രവാചകനാണ്. അങ്ങനെ പല പ്രാവശ്യം ചോദിക്കുമ്പോൾ ബീവി ഉമ്മു അമാറ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട പുന്നാര മകനോട് അവസാനം പറയാ, എന്നാൽ നീ ഒരു കാര്യം ചെയ്യുമോ? അല്ലാഹുവേ, നിന്നെ ഞാൻ കഴുത്തറുത്ത് കൊല്ലാൻ പോവുകയാണ്. ഈ കിടക്കുന്ന സ്ഥാനത്ത് നീ മുഹമ്മദാണ് എന്നൊന്ന് ചിന്തിക്കാമോ? അവിടെന്ന് പറഞ്ഞ്, ഇല്ല, എന്റെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളുന്നത് എനിക്കിഷ്ടമേ അല്ല. അള്ളാന്റെ ഹബീബിന്റെ കാലിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോ പുണ്യ ഹബീബിന്റെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളുന്നത് ഞാൻ അവിടെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പറയൂല. അവസാനം അവിടെ നിന്ന് കടുത്തറുത്ത് കൊന്നുകളയുകയാണ്. ഒരാൾ ചെന്നിട്ട് ബീവി ഉമ്മു അമാറയോട് പറഞ്ഞു, ഉമ്മു അമാറ, നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മകനുണ്ടല്ലോ, കാര്യങ്ങൾ ഇങ്ങനൊക്കെയാണ്. അവിടെ നിന്ന് കടുത്തറുത്ത് കൊന്നുകളഞ്ഞു ഉമ്മു അമാറ. അവിടെ നിന്ന് ആ ഉമ്മയുടെ മറുപടി എന്തെന്നറിയുമോ? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബേ, അവിടത്തേക്ക് വേണ്ടി ഞാൻ എന്റെ പൊന്നുമോനെ തന്നിരിക്കുകയാണ്. എന്റെ മകനെ ഇതിലെങ്കിലും ഞാൻ തന്നില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് സ്നേഹമാണ് നബിയേ എന്ന് പറഞ്ഞ് ഒരു ഉമ്മ കരയുമ്പോൾ
സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല പാഠം എവിടെയാണ്? അത് മദീനയാണ്. അത് മദീനയുടെ സന്തോഷമാണ്. അത് മദീനയുടെ ആനന്ദത്തിന്റെ നീർവഴികളിലൂടെ കടന്നു പോകുന്ന സന്തോഷമാണ്. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് ആ പരിശുദ്ധരായ ഹബീബിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് കടന്നു വന്നാൽ അല്ലാഹുവേ, ജീവിതം നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ജീവിതത്തിന്റെ സന്തോഷം നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബിനെ കാണാൻ നമ്മൾ കൊതിക്കാമോ? ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് കിനാവുകളും ഒരുപാട് നന്മകളും തിന്മകളെല്ലാം കാണുന്നവരാണ്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് ഒന്ന് ചിന്തിച്ച് ആ ഹബീബിനെ മനസ്സിന്റെ ഉള്ളിലൊന്ന് കൊണ്ടുവന്നിട്ട് നല്ല നീയത്തോടെ വന്ന് കിടക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ, രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞാൽ ഇതിനെ പോലെ സന്തോഷമൊന്നില്ല. ഹബീബിനെ കാണാൻ വേണ്ടി കൊതിക്കണം. ആ ഒരു സന്തോഷത്തിലാണ് സ്നേഹമോറും താഹ പോവ് ഓർത്തിരുന്നാലെന്തു ജീവ കൺമണി താഹ റസൂലേ കാണുവാനായേ ആമുഖം ഒന്നങ്ങ് കണ്ടാൽ കൽബിലാകെ ആശയാണ്. ആ മദീന ചാരയെത്താൻ എന്തു കൊതിയാണേ, എന്തു കൊതിയാണേ. ഹബീബിന്റെ മദീനയിലെത്താൻ, ഹബീബിനെ കാണാൻ ആഗ്രഹമില്ലാത്തൊരാരുമില്ല, ഇഷ്ടമില്ലാത്തൊരാരുമില്ല. ബഗ്ദാദിന്റെ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ, കാണാൻ നല്ല ചെറുചെറുക്കുള്ള യുവകോമളനായ ഒരു ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോവുകയാണ്. ആരോ ഒരാൾ ഇരുന്നുകൊണ്ട് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് എന്നുള്ള പരിശുദ്ധമായ ഹബീബിന്റെ ആ സ്വലാത്തിന്റെ മന്ത്രധ്വനികൾ ഇങ്ങനെ ചെല്ലുകയാണ്. ആ സമയമാ, ആ ഒരു സമയമാണ്. ആ സ്വലാത്ത് കേട്ട ഭാഗത്തേക്ക് ചൊല്ലുകയാണ്. ചൊന്നിട്ട് പറയുന്ന സഹോദര, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ എനിക്ക് ഹബീബിനെ കാണാൻ കൊതിയുണ്ട്. ഞാൻ എന്ത് വേണമെന്ന് പറയുമോ? നിറഞ്ഞ മനസ്സോടെ ഈ മനുഷ്യൻ അങ്ങനെ കടന്നു പോവുകയാണ്. കടന്നു പോയിട്ട് അവിടെ ചെന്നുകൊണ്ട് പറയുകയാ, സുബ്ഹാനല്ലാഹ്. ഈ രണ്ടുപേരും തമ്മിൽ പരസ്പരം വർത്തമാനം പറഞ്ഞു. രണ്ടുപേരും കാര്യങ്ങൾ സംസാരിച്ചു. അവസാനം സംസാരിച്ചിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് നല്ലതുപോലെ കണ്ടുകൊണ്ട് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ടോ? ഉടൻ തന്നെ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ കാണാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട്, വല്ലാത്ത ഇഷ്കുണ്ട്, വല്ലാത്ത ഇഷ്ടമുണ്ട്. ഉടൻ തന്നെ അവിടെ നിന്ന് നിറഞ്ഞ മനസ്സോടെ പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. പരിശുദ്ധമായ സൂറത്തുൽ കൗസർ ഓതാൻ രണ്ടുപേരും പരസ്പരം ചർച്ചകൾ ചെയ്തു. രണ്ടുപേരും വീട്ടിലേക്ക് അങ്ങ് മടങ്ങിപ്പോയി. രണ്ടുപേരും കിടന്നുറങ്ങുന്ന സമയം ഈ പരിശുദ്ധമായ സൂറത്തുൽ കൗസർ അവരോധുകയാണ്. ഓതി അവർ കിടക്കുകയാണ്. അങ്ങനെ അതാ അധികം സമ്പത്തില്ലാത്ത ചെറുപ്പക്കാരന് മദീനയിലെത്തണമെന്ന് ഒരുപാട് കൊതിച്ചവനാണ്, ഒരുപാട് ആശിച്ചവനാണ്, ഒരുപാട് ആഗ്രഹം വെച്ചവനാണ്. സുബ്ഹാന റബ്ബി. അവിടെ ആഗ്രഹം വെച്ച് ആശ വെച്ചുകൊണ്ട് കടന്നു വന്നു. പക്ഷേ എവിടെ നിന്നാണ് സമ്പാദ്യമില്ല. അങ്ങനെ ഒരു കച്ചവട സംഘം കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ഇരുത്തം കണ്ട് സ്വലാത്ത് ചൊല്ലുന്നത് കണ്ട് മദീനയിലെത്താനുള്ള സകലമായ സൗഭാഗ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു
സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. മദീനയിലെത്താനുള്ള സകലമാന സൗഭാഗ്യങ്ങളും അല്ലാഹു തആല കൊടുക്കുകയാണ്. അങ്ങനെ പവിത്രമായ മദീനയിലെത്തി അല്ലാഹുവിന്റെ ഹബീബിന്റെ പച്ചക്കുപ്പയുടെ താഴെ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് അവിടുന്ന് സലാത്തുകളും സലാമുകളും ചൊല്ലി. എന്നിട്ട് ആ മനുഷ്യൻ നീറുന്ന മനസ്സോടെ ദുആ ചെയ്തു, അല്ലാഹുവേ എത്രയാണ് ഞാൻ ഓതിയതെന്നറിയില്ല, ഞാൻ ഈ ഓതിയതിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് എന്റെ ഹബീബിനെ കാണാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ്, നീ വിധി തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വന്ന് ജീവിതം മെച്ചപ്പെടുത്താൻ നീ തൗഫീഖ് തരണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങ് കിടക്കുകയാണ്. ആ ഉറക്കത്തിൽ കടന്നു വരുന്നതാരെന്നറിയുമോ? മധുരിത നോറല്ലേ, അജബുകൾ തീർത്തവരല്ലേ, മണിമുത്ത് താഹ റസൂലിൽ അജബിലായി വന്നൊരു നാമ ചൊല്ലി സലാമുകളൊന്ന് മൊഴിയുന്നോ അവിടമിലെന്ന് കനവിലെ ഉറക്കമിൽ നിറമൊത്ത് വരുന്നേ, അജബോടെ സംസാരവും അവിടമിൽ നടന്നേ, മണിമുത്ത് മഹബൂബെ ആചര്യം വരുന്നേ. ഈ നൂറെ കണ്ടൊരു കണ്ണ് ഇനി വേണ്ട, ഇവിടത്തെ മോത്തിനണയാൻ ആശയം ആണേ. ആ കിനാവിൽ റസൂലുള്ള കടന്നു വന്നു. ആ കിനാവിൽ കണ്ടപ്പോഴീ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവേ ഇനി എനിക്ക് ഇവിടെ തന്നെ മരിക്കണം, എന്റെ ഹബീബിനെ കണ്ട കണ്ണ്, ഈ കണ്ണുകൊണ്ട് ഇനി എനിക്ക് ദുനിയാവിലൊന്നും വേണ്ട, ഇവിടെയുള്ള പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഅ, ഈ ജന്നത്തുൽ ബഖീഅയിൽ തന്നെ കിടക്കണം റബ്ബേ, അതിനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ്. എനിക്ക് ഈ ജന്നത്തുൽ ബഖീഅയിൽ തന്നെ കിടക്കണം, എനിക്കതിനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ്. ജന്നത്തുൽ ബഖീഅയിൽ അന്ത്യവിശ്രമം കൊള്ളണം, എനിക്ക് അവിടെ നിന്ന് കിടക്കണം, നല്ലതുപോലെ കടന്നു വരണം. മനസ്സറിഞ്ഞ് ദുആ ചെയ്തില്ലേ? ആ സഹോദരൻ അവിടെ നിന്ന് ലോകത്തോട് വിട പറഞ്ഞു, ലോകത്തോട് വിട പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ മാശ വെക്കണം, ആഗ്രഹം വെക്കണം. എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ഒരു അനുഭവം പറയുകയാണ്. അല്ലാഹുവേ ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കും മദീനയിലെത്താം, ആഗ്രഹമുണ്ടെങ്കിൽ ആർക്കും മദീനയിലെത്താം. ഇതുപോലെ പരിശുദ്ധമായ ഉംറ കർമ്മത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. ആ ഉംറ കർമ്മത്തിന് വേണ്ടി കടന്നുപോയി. അല്ലാഹുവേ വല്ലാത്ത അത്ഭുതമാണ്, വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ സമയവുമാണ്. ആ അത്ഭുതങ്ങൾ നിറഞ്ഞ, ആ സന്തോഷങ്ങൾ നിറഞ്ഞ പരിശുദ്ധമായ ആ മദീനയിലേക്ക് ഉംറയ്ക്ക് പോകാൻ കൊതിക്കാത്തവരില്ല. അങ്ങനെ ഒരുപാട് ആളുകളുമായി പരിശുദ്ധമായ ഉംറ കർമ്മത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. ആ സമയമാണ് സുബ്ഹാനല്ലാഹ് വല്ലാത്ത മനസ്സിന് വേദന വരുന്നൊരു അല്ലാത്തൊരു കഥയുണ്ട്, വല്ലാത്തൊരു കഥയുണ്ട്. ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയമുള്ള ആഗ്രഹം വെച്ചിരിക്കുന്നവരെ, മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹം വെച്ചാൽ, മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ആഗ്രഹം വെച്ചാൽ നമ്മൾ മദീനയിലെത്തും. അല്ലാഹ് അവിടുന്ന് പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി. അവിടുന്ന് ഉംറയെല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കിടന്നുറങ്ങുന്ന പരിശുദ്ധമായ പുണ്യ മദീനയിൽ ഞങ്ങളെല്ലാവരും കടന്നു പോവുകയാണ്. പടച്ചവനേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട സഹോദരി ഉണ്ടായിരുന്നു. 55 വയസ്സ് പ്രായമുണ്ട്. അവിടുന്ന് അവരല്ലാഹുവേ എപ്പം നോക്കിയാലും കണ്ണുനീരിലാണ്, എപ്പോഴും കണ്ണീര് തുടച്ചുകൊണ്ടാണ്. മദീനയിലൊക്കെ വന്നാൽ അവിടുന്ന് നമ്മൾ സ്വലാത്തും സലാമുകളൊക്കെ ചൊല്ലി പിരിഞ്ഞാൽ പോലും ഇവര് നമ്മുടെ പിന്നിലാണ് വരുന്നത്. കാരണം അവരോട് അവസാനം ഞാൻ ചോദിച്ചെന്ത് എപ്പോഴും നിങ്ങൾ പിന്നിലാവുന്നത്? അവര് പറഞ്ഞു, ഉസ്താദേ ഇനി ഇതുപോലെ കാണാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല. ഈ പരിശുദ്ധമായ, ഈ പവിത്രമായ ഈ മദീനയിൽ ഇനി എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ എന്നെനിക്കറിയില്ലല്ലോ. അതുകൊണ്ടാ ഞാനിങ്ങനെ നോക്കി നിൽക്കുന്നത്. എത്ര കേട്ടതാണ്, എത്ര പറഞ്ഞതാണ്, എത്ര ഉസ്താദുമാര് വാഴ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന
കണ്ണുകൊണ്ട് കണ്ടല്ലോ, ഈ മദീന വന്ന് കണ്ടല്ലോ, എന്റെ ഹബീബിന്റെ നാട്ടിലൊന്ന് വന്നല്ലോ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനം അവരവിടെ നിന്ന് നമ്മൾ പരിശുദ്ധമായ മദീനയിൽ ഞങ്ങൾ അവിടെ പരിശുദ്ധമാക്കപ്പെട്ട മൗലിദിന്റെ സദസ്സ് അവിടെ സംഘടിപ്പിച്ചു. മൗലിദ് പാരായണം ചെയ്യാൻ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും ഒരുമിച്ചുകൂടി. അങ്ങനെ ഒരു ദിവസം അതാ ഈ പാവപ്പെട്ട ഈ ഉമ്മ അവിടുത്തെ ഈത്തപ്പഴം മേടിച്ചു കൊണ്ടുവരികയാണ്. ഈത്തപ്പഴം മേടിച്ചു കൊണ്ടുവന്നു, എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. എല്ലാവർക്കും വിതരണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ചാര വന്ന് ഇവിടെ നിന്നിട്ട് മൗലിദോതി എനിക്ക് ഏറ്റവും നല്ല ആഗ്രഹമാണ് ചീരന് കൊടുക്കണമെന്ന്, ഇന്ന് എന്റെ വകയാണ് എന്ന് പറഞ്ഞ് നല്ല മനസ്സോടുകൂടിയിട്ട് അവിടെ നിന്ന് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ വെച്ച് അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ദുആരന്നു, നല്ലതുപോലെ മനസ്സറിഞ്ഞ് ദുആ ചെയ്തു. പടച്ചോനെ, വല്ലാത്ത സങ്കടമാണ്. ഞാൻ ചോദിച്ചു, നാട്ടിലാരൊക്കെയാണ്? ഭർത്താവും മക്കളൊക്കെ നാട്ടിലെന്തേ? അവര് പറഞ്ഞാരുമില്ല, എന്റെ ഭർത്താവ് അല്ലാഹുവേ പെട്ടെന്ന് ഇവിടെ പറഞ്ഞു പോയി. അപ്പൊ മക്കളുമില്ല. പിന്നെ നിങ്ങൾക്ക് ഉംറയ്ക്ക് വരാൻ ആരാണ് കാശ് തന്നത്? അവിടെ നിന്ന് പറഞ്ഞു പോയപ്പോ അറിയാതെ കണ്ണങ്ങ് നിറഞ്ഞു പെങ്ങളെ. കാരണം എന്തെന്നറിയുമോ? അവിടെ നിന്ന് ഉംറ കഴിഞ്ഞിട്ട് എല്ലാവരും നാട്ടിലേക്ക് വരാനൊരുങ്ങുമ്പോ മിക്കവുള്ളവരും പർച്ചേസുകൾ ചെയ്യും. കാരണം വീട്ടിന്റെ ഉള്ളിൽ പേരക്കുട്ടികളുണ്ട്, മക്കളുണ്ട്, അയൽവാസികളുണ്ട്. അവർക്കൊരു തസ്ബീഹ് കൊടുക്കണം, അവർക്കൊരു അത്തർ കൊടുക്കണം. അങ്ങനെ എല്ലാവരും പർച്ചേസുകൾ ചെയ്യുമ്പോഴും നോക്കുമ്പോ ഈ ഉമ്മ മാത്രം അവിടെ ഇരിക്കുകയാണ്. ചോദിച്ചു, ഉമ്മ നിങ്ങൾക്കൊന്നും പേടിക്കണ്ടേ? ഈ ചോദ്യത്തിന് മറുപടിയായി തന്നു പോയത് അവിടെ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീരല്ലാതെ ഒന്നുമില്ല. കണ്ണുനീരല്ലാതെ ഒന്നുമില്ല. ഞാൻ ചോദിച്ചെന്തേ കരയുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദേ, എന്റെ കയ്യിൽ ഒന്നുമില്ല. ഈ അല്ലാഹുവേ, കേരളക്കരയിൽ ഞാൻ നടന്നത് മരച്ചീനി കച്ചവടം ചെയ്തിട്ട് അത് വിറ്റിട്ട് കിട്ടിയ കാശ് ഞാൻ കൂട്ടി വെച്ചിട്ടാണ് ഈ മദീന കാണാൻ, മക്ക കാണാൻ ഞാനിന്ന് കടന്നു വന്നത്. അല്ലാ, എന്റെ കണ്ണീരാണ്. ഓരോ ദിവസം കാശ് കൊണ്ട് ശേഖരിച്ചു വെക്കുമ്പോഴും അല്ലാഹുവേ, എനിക്ക് മദീനയിൽ എത്തണമെന്നുള്ള കൊതിയാണ്. എനിക്ക് മദീനയിൽ എത്തണമെന്നുള്ള കൊതിയാ. ഞാൻ കൊണ്ടുവെക്കുമ്പോ ദുആരക്കുമല്ലോ, എനിക്കൊരു പനി തരല്ലേ റബ്ബേ, ഒരു സങ്കടം തരല്ലേ അല്ലാ, മാരകമായ രോഗം തരല്ലേ അല്ലാ. എന്തിനെന്നറിയുമോ? അല്ലാഹു എനിക്ക് രോഗം തരുന്നത് കൊണ്ടല്ല, അല്ലാഹു എനിക്ക് വിഷമം തരുന്നത് കൊണ്ടല്ല. അങ്ങനെ പനി വന്നാൽ ഞാൻ അവിടെ നിന്ന് എടുക്കേണ്ടി വരുമല്ലോ, ഈ സമ്പത്ത് ഞാൻ അങ്ങ് കൊണ്ടുപോകേണ്ടി വരുമല്ലോ, ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഞാൻ എടുക്കാതിരിക്കാൻ ദുആ ചെയ്തു. അങ്ങനെ കൂട്ടിവെച്ചതാണ് ഇവിടെ വന്നത്. എന്റെ കയ്യിൽ അവസാനമുള്ളത് ഇത് മാത്രമാ, ഈ ചീരണി മേടിച്ചത് മാത്രമാണ്, ഒന്നുമില്ല. അവസാനം അല്ലാഹുവേ, കൂടെ വന്ന ഒരുപാട് ഉപ്പമാര്, ഉമ്മമാര്, സഹോദരങ്ങള് ആളെ വ്യക്തമാക്കാത്ത കോലത്തിൽ ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, സമ്പാദ്യമൊന്നും കയ്യിലില്ല, നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പടച്ചറപ്പേ, ഒരുപാട് നല്ല മനസ്സുള്ളവരെ സഹായിച്ചു. ആ പാപപ്പെട്ട ഉമ്മാനെ അവിടെ നിന്ന് കൊണ്ടുപോയി ആവശ്യമുള്ളതെല്ലാം മേടിച്ചു കൊടുത്തു. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ ആഗ്രഹം വെക്കാത്തത് കൊണ്ടാണ്, അവിടെ എത്തണമെന്ന് കൊതിക്കാത്തത് കൊണ്ടാണ്. നമ്മളെ കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ ഉറപ്പായി നമുക്ക് മദീനയിൽ എത്താൻ പറ്റും, ഉറപ്പായി ഹബീബിന്റെ ചാരയെത്താൻ പറ്റും, ഉറപ്പായി അവിടെ ചെന്നുകൊണ്ട് ഹബീബിനോട് സ്വലാത്തുകളും സലാമുകളും പറയാൻ പറ്റും. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, എല്ലാവരും നീറുന്ന മനസ്സോടെ, നല്ല ഖൽബോടെ, നല്ല ആഗ്രഹത്തോടെ ഹബീബിനെ കാണണമെന്നുള്ള കൊതി വെച്ചുകൊണ്ടിരുന്നാൽ അല്ലാഹു നമ്മളെ അവിടെ എത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മനസ്സുള്ളവരെ, അകമഴിഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ, നല്ല സന്തോഷത്തോടെ നിങ്ങൾ മുന്നോട്ട് വന്നാൽ നമുക്ക് ഹബീബിന്റെ ചാരയെത്താം, ഹബീബിന്റെ അരികത്തെത്താം. അതുകൊണ്ട് അല്ലാഹുവേ, ഹബീബിന്റെ അരികത്തെത്താൻ
കൊടുക്കാനുള്ള തൗഫീഖ് നമുക്ക് തരണേ അല്ലാഹ്. ലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ പാപികളാണ്. ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സലാത്തുകൾ മുഴുവനും മദീനത്തിന്റെ മണിദീപമായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ആ ഖബർ ശരീഫിൽ എത്തിക്കണേ അല്ലാഹ്. അത് കണ്ടുകൊണ്ട് ഞങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, സങ്കടങ്ങൾ തന്ന് ഞങ്ങളാരെയും പരീക്ഷിക്കല്ല അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, മനസ്സിൽ സങ്കടമുള്ളവരുണ്ട്, മനസ്സിൽ വേദനകളുള്ളവരുണ്ട്, നൂറു നീറുന്ന പ്രയാസമുള്ളവരുണ്ടല്ലോ. അല്ലാഹുവേ, അവരുടെയൊക്കെ പ്രയാസങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. അവരുടെയൊക്കെ സങ്കടങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. അവരുടെയൊക്കെ നൊമ്പരങ്ങളെ നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഇന്ന് ഖബറിലാണ്. അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ലല്ലോ റബ്ബേ. അവരുടെ ഖബർ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹ്, ഇടുക്കല്ല റബ്ബേ, കൊടുസാക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ അല്ലാഹ്. അവരുടെ കണ്ണീരുകൾക്ക് സ്വാന്തനം കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, ഇതിലൊരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കമന്റ് ഇട്ടവരുണ്ട്. അവരെ മുഴുവനും കബൂലാക്കണേ അല്ലാഹ്. അവരെ സ്വീകരിക്കണേ അല്ലാഹ്. അവരെ ഇഷ്ടപ്പെടണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചോനെ, ക്യാൻസർ തരല്ലേ അല്ലാഹ്. അപസ്മാരം തരല്ലേ അല്ലാഹ്. ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാഹ്. പടച്ചോനെ, നിന്റെ പൊരുത്തത്തിലായി കഴിയാ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് വിധി തരണേ അല്ലാഹ്. അല്ലാഹുവേ, കണ്ണടയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകരുടെ പരിശുദ്ധമായ പുണ്യഭൂമിയില് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. അവിടെ എത്തിച്ചിട്ട് സാന്ത്വനത്തിന്റെ സമാധാനത്തിന്റെ തെളിനീര് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ നീ സങ്കടത്തിലാക്കല്ല റബ്ബേ, കടക്കാരാക്കല്ല റബ്ബേ, രോഗികളാക്കല്ല റബ്ബേ. പടച്ചവനെ, അല്ലാഹുവേ, കൊളസ്ട്രോളും ഷുഗറും പ്രഷറും വെരിക്കോസും അങ്ങനെ തുടങ്ങി പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ, പല സങ്കടത്തിൽ പെടുന്നവരുണ്ടല്ലോ, പല ദുഃഖത്തിൽ കഴിയുന്നവരുണ്ടല്ലോ, പല ആവലാതിയിൽ കഴിയുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാഹ്. കണ്ണീരുകളെ മാറ്റണേ അല്ലാഹ്. പടച്ചോനെയമ്പക്കാര് ഈ പരിപാടിയുടെ ലിങ്ക് കിട്ടിയാൽ അപ്പൊ തന്നെ മറ്റുള്ളവരിൽ എത്തിച്ചു കൊടുത്ത് അവരെ കൂടെ നമ്മുടെ ഈ മജ്‌ലിസിൽ പങ്കെടുപ്പിക്കുന്നവരുണ്ട്. പടച്ചോനെ അല്ലാഹ്, ഇതിന് പകരം ഒരുമിച്ച് നിന്റെ സ്വർഗീയ ലോകത്ത് ഞങ്ങളെ കടത്തണേ അല്ലാഹ്. ഞങ്ങളെ കടത്തണേ അല്ലാഹ്. ഞങ്ങളെ കടത്തണേ അല്ലാഹ്. ഈമാനിന്റെ മാധുര്യം തരണേ റബ്ബേ, സന്തോഷം തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, കുടുംബ ജീവിതം ഛന്ന ഭിന്നമായവരുണ്ട്. അല്ലാഹുവേ,
നീ അവരുടെ ജീവിതം നീ ഖൈറിലും റാഹത്തിലുമാക്കണേ അല്ലാഹ്, ഖൈറിലും റാഹത്തിലുമാക്കണേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ഇതിൽ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.